കുരിശിന്റെ തണലാണെന്റെ അഭയമെന്നേശുനായക, തുണയെനിക്കേകിടണമേ. അണയുന്നു പാദപീഡേ ഞാൻ, തുണയെനിക്കേകിടണമേ. അണയുന്നു പാദപീഡേ ഞാൻ. ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലേക്ക് മാനവജനത പ്രവേശിക്കുന്ന നോമ്പിൻ്റെ സമാപനത്തിലെത്തി നിൽക്കുന്ന നാളുകൾ. ഹോശാന പെരുന്നാളിലൂടെ കർത്താവ് രാജാവും നിത്യദൈവവും എന്നുള്ളതായ വസ്തുത മാനവജനത തിരിച്ചറിയും. യഹോവയാം ദൈവം സകലത്തിൻ്റെയും കടിഞ്ഞൂലുകളെ തൻ്റെ തിരുസന്നിധാനത്തിങ്കൽ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അന്നു തന്നെ ദൈവം പറഞ്ഞു, കഴുതയ്ക്ക് കടിഞ്ഞൂലുണ്ടായാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ പിടലി ഒടിച്ച് കൊന്ന് പുറംകടലിൽ എറിഞ്ഞു കളയണം. ആരംഭഘട്ടം മുതൽ പരിത്യജിക്കപ്പെട്ട ഒരു ജന്തുവായി അവരൻ്റെ വിഴുപ്പ് ചുമക്കുന്ന ഒരു ജന്തുവായി കഴുത അറിയപ്പെടുന്നു. ദൈവം പോലും താൻ സൃഷ്ടിച്ച ആ ജന്തുവിനെ സ്വീകരിച്ചില്ല. എന്നാൽ മനുഷ്യാവതാരം ചെയ്ത കർത്താവ് തൻ്റെ രാജകീയ പ്രവേശനത്തിന് താൻ തെരഞ്ഞെടുത്ത വാഹനം കഴുതയായിരുന്നു. സമൂഹത്തിൽ പരിത്യജിക്കപ്പെട്ട ഒരു ജനതയെ തൻ്റെ വലിയ സ്നേഹത്താൽ വീണ്ടെടുക്കുകയും അന്നുവരെ ജെറുസലേം ദേവാലയത്തിൻ്റെ വാതിൽ കഴുതയ്ക്ക് മുമ്പിൽ തുറന്നിട്ടില്ല. എന്നാൽ യേശു പ്രവേശിച്ച കഴുത ആദ്യമായി ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ ലോക ചിന്തയിൽ അവഗണിക്കപ്പെട്ടവരും അനാദരിക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ സ്നേഹം ആഴമായി രുചിച്ചറിഞ്ഞു. വീണ്ടും ആകാശത്തിനും ഭൂമിക്കും ഒതുക്കുവാൻ കഴിയാത്ത ദൈവം മാനവജനതയോടുള്ള തൻ്റെ സ്നേഹത്തെ കാണിച്ചത് തൻ്റെ ജീവനെ അവരിൽ ആക്കി വെച്ചുകൊണ്ടാണ്. ലോകത്തിനു മുഴുവനും ഒതുക്കുവാൻ കഴിയാത്ത ദൈവം ഒരു ചെറിയ അപ്പമായി മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം തൻ്റെ ആഴമേറിയ സ്നേഹത്തെ വെളിപ്പെടുത്തി ഒരു അപ്പം വാഴ്ത്തി നുറുക്കപ്പെട്ട ആ അപ്പം തൻ്റെ ശരീരമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യേശുവിനിലെ ജീവൻ സകല മാനവ ജനതയിലേക്കും പകരുവാനും അതിലൂടെ നിത്യജീവനെ മനുഷ്യന് നൽകി അവനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാനും ഒരു അപ്പമായി തീർന്ന തൻ്റെ സ്നേഹത്തെ കർത്താവ് വെളിപ്പെടുത്തും. വിനയത്തിൻ്റെ പ്രതീകമായി പെസഹായുടെ ദിവസം നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുന്നു.
അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും ശക്തി കുനിയണം എന്ന് ഇതാ ശിഷ്യന്മാരുടെ മുമ്പിൽ തന്നെ വിനയപ്പെടുത്തി കുനിഞ്ഞ് ചെറിയവൻ തൊട്ട് അവരുടെ കാലുകളെ കഴുകിക്കൊണ്ട് ആ ശുശ്രൂഷയിലൂടെ ഒരു വലിയ വിശുദ്ധീകരണത്തിൻ്റെ ദൈവാനുഭവത്തെ ദൈവം കാണിക്കുന്നു. ഞാൻ നിന്നെ കഴുകിയില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. വിശുദ്ധീകരണമാണ് ദൈവത്തോട് ചേരുവാനുള്ള ഏക വഴിയെന്ന് കർത്താവ് അതിലൂടെ വെളിപ്പെടുത്തുകയും തുടർന്ന് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ത്യാഗം വലിയ വെള്ളിയാഴ്ചയുടെ പീഡാസഹനത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. സ്നേഹം പരിത്യാഗത്തിൻ്റെ വലിയ അനുഭവമാണെന്ന് കർത്താവ് തൻ്റെ പീഡാസഹനത്തിലൂടെ ലോകത്തിന് കാണിച്ചു തരികയാണ്. ഈശോയുടെ സ്നേഹം അത് ചില വാക്കുകളിലൂടെ അല്ല, മറിച്ച് നമുക്ക് മുമ്പിൽ വെളിപ്പെട്ട കുറെ മാതൃകയിലൂടെ കർത്താവ് കാണിക്കുകയാണ്. കേൾക്കുന്ന വാക്കുകളേക്കാൾ കൺമുമ്പിൽ കാണുന്ന മാതൃക അതാകുന്നു ഏറ്റവും വലുതെന്ന് ഈശോ നമുക്ക് കാണിച്ചു തന്നു. തൻ്റെ ക്രൂശിലെ ആ ത്യാഗമാണ് സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതെന്ന് ക്രൂശീകരണത്തിലൂടെ കർത്താവ് കാണിക്കുകയാണ്. എവിടെ പരിത്യാഗമുണ്ടോ അവിടെ നിർവ്യാജ സ്നേഹമുണ്ട്. ഒരു പക്ഷി തനിക്കൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുമ്പോൾ അത് കൂടുണ്ടാക്കി അതിൽ മുട്ടയിട്ട് ഒരു കുഞ്ഞിനെ വിരിക്കുമ്പോൾ ഒരു വലിയ ത്യാഗത്തിൻ്റെ ദൃഷ്ടാന്തം നമുക്കവിടെ കാണുവാൻ സാധിക്കും. ലോകത്ത് പരതിക്കിടക്കുന്നതായ അഴുക്കുകൾ, കമ്പുകൾ, കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് അതൊരു കൂടുണ്ടാക്കി അതിൽ മുട്ടയിട്ട് വിരിക്കുമ്പോൾ അത് പരിത്യാഗത്തിൻ്റെ സ്നേഹമായി കാണും. ഒരമ്മ ഒരിക്കലും എന്തെങ്കിലും ഭൗതിക നേട്ടത്തിനു വേണ്ടി ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നില്ല. മാതൃത്വം ദൈവത്തിൻ്റെ ദാനമാണെന്നറിഞ്ഞ് ഒരു വലിയ പരിത്യാഗത്തിലൂടെയാണ് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് വളർത്തിയെടുക്കുന്നത്. സ്നേഹം നിർവ്യാജമാണ്. സ്നേഹം പരിത്യാഗത്തിൻ്റെ വലിയ ദൈവാനുഭവമാണെന്ന് കർത്താവ് തൻ്റെ ക്രൂശീകരണത്തിലൂടെ കാണിച്ചു തന്നു. ഇത് മാനവജനതയ്ക്ക് പൂർണ്ണമായ ഒരു മാതൃകയായി കർത്താവ് വെച്ചിരിക്കുമ്പോൾ ഈ പീഡാനുഭവ കാലങ്ങൾ ഈശോയെ ജീവിതത്തിൽ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് അസത്യം നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ സത്യത്തിൻ്റെ നല്ല പ്രവാചകന്മാരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുവാൻ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് കർത്താവിങ്കിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയ വലിയ സ്നേഹത്തെ ഞങ്ങളിതാ ഈ സമയം ധ്യാനിക്കുന്നു. മനുഷ്യനായി മണ്ണിലേക്ക് അങ്ങ് എഴുന്നള്ളി. അങ്ങയുടെ ജീവൻ മനുഷ്യരുടെ പ്രകാശമായിരുന്നുവല്ലോ. നല്ല ദൈവമേ, നിന്നിൽ നിന്ന് കത്തിജ്വലിക്കുന്ന ദീപേഷ്ടികളായി ഈ മണ്ണിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പ്രത്യേകിച്ചും അവിടുത്തെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്ന ഈ നാളുകൾ യേശുവിൻ്റെ ആഴമേറിയ സ്നേഹം ജീവിതത്തിൽ അനുഭവിക്കുവാനും അതൊരു വലിയ മാതൃകയായി സ്വീകരിച്ച് ലോകത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ജ്യോതിസ്സുകളെ പോലെ കഴിയുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഏറ്റവും മാതൃകയുള്ള നല്ല ജീവിതമായിരിക്കാൻ, സംസാരിക്കുന്നവരാകുവാനല്ല മാതൃക കാണിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുവാൻ അൻപുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.